ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോസ് അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ സ്വന്തം ഫ്രീ ഫയർ കളിക്കാൻ പോണേ. അപ്പോൾ എൻ്റെ ഹോസ്റ്റ് സ്കോർ പറഞ്ഞു ഞാൻ വീണ്ടും നമ്മുടെ ബാറ്റിൽ റോയൽ ഞാൻ കളിക്കണേ. അപ്പോൾ ഞാൻ എന്തായാലും സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. സോ മാച്ച് ആവുന്നുണ്ട്. സോ ഞാൻ ഇനി എനിക്ക് നേരെ എൻ്റെ ക്യാരക്ടറിനെ കണ്ടില്ലേ, തന്നെ ഒരു ഗ്യാങ്സ്റ്ററിൻ്റെ ലുക്കാല്ലേ. ഓക്കെ, ഇനി ഞാൻ ഈ ഡോർ തുറക്കുമ്പോഴത്തേനും എനിക്ക് എടുത്ത് ചാടണം. ഞാൻ പോകുന്ന ലൊക്കേഷൻ എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. നിൽക്ക് ഇവിടെ ഏതെങ്കിലും നല്ലൊരു ലൊക്കേഷൻ, ഞാൻ എപ്പോഴും പോകുന്ന ലൊക്കേഷൻ കാണുമോ, അത് റിവർ സൈഡ് ഉണ്ട്. ഞാൻ അങ്ങോട്ട് എല്ലാ ദിവസവും പോകാറുണ്ട്. അവിടെ കൂടുതൽ എനിമീസ് കാണാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങോട്ട് നോക്കൂ. സോ ഇനി ഞാൻ അങ്ങോട്ട് പോയിട്ട് ഡൈവ് ചെയ്യും. ഓക്കെ, ഡൈവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അങ്ങോട്ട് പോയിട്ട് കണ്ടില്ലേ, ഇവിടെ ഈ ഒരു സ്ഥലത്തേക്ക് എനിമീസ് വരാൻ എനിക്ക് ഭയങ്കര ഇതുണ്ട്. എനിക്ക് നല്ല ഐഡിയ ഉണ്ട്. ഇങ്ങോട്ട് ഉറപ്പായിട്ടും എനിമീസ് വരും, എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത്. ഈ ഒരു ലൊക്കേഷൻ കാണുമ്പോഴത്തേനും എനിക്ക് ഉറപ്പായിട്ടും ഇങ്ങോട്ട് വരണം. അത് എനിക്കൊരു നിർബന്ധമാണ്. ഈ ഗണ്ണിട്ട്, ഈ ഗണ്ണ് എൻ്റെ ഫേവറേറ്റ് ആണ്. ഇതല്ല കേട്ടോ എൻ്റെ ഫേവറേറ്റ്. ഇതെൻ്റെ ഫേവറേറ്റ് ഗണ്ണൊന്നുമല്ല. ഞാൻ പുറത്തേക്ക് ചാടിപ്പോയി. ഇപ്പം കയറിയിട്ടുണ്ട് ഇങ്ങോട്ട്. ഓക്കെ, ഇവിടെ ഊന്നം മറപ്പോയി. നീ എവിടാ? അതെ ഇവിടെ നിൽക്കണം. ചാവടാ. അവൻ ചത്തിട്ടുണ്ട്. ഇവൻ്റെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ടല്ലോ. എടാ നീ എവിടാ? കയ്യിൽ കണ്ണിരിക്കുന്നുണ്ട് ഇവിടെ പൊട്ടാ. ഇവൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ അവൻ്റെ വലിയ സെയിം സാധനങ്ങൾ തന്നെ ആയിരിക്കും അവൻ്റെ കയ്യിലുള്ള. സോ ഞാൻ ഇങ്ങോട്ട് ചാടിയിട്ടുണ്ട്. ലൈഫൊന്നും പോയിട്ടില്ല എന്തോ ഭാഗ്യം കൊണ്ട്. സോ ഇനി ഞാൻ ഇങ്ങോട്ട് ഈ വണ്ടി കയറിയിട്ടുണ്ട്. കയറുകയോ. ഇനി നമുക്ക് ഈ വണ്ടി എടുത്തുകൊണ്ട് മേളിലേക്ക് പോവാം. മേളിൽ പ്ലേയേഴ്സിനെ കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഏതെങ്കിലും അവിടെ ഇഷ്ടം പോലെ എനിമീസിന് കാണാൻ നല്ല ചാൻസ് ഉണ്ട്. എടാ, എനിക്ക് എവിടുന്നോ വെടി കൊള്ളുന്നുണ്ടല്ലോ. ഇതാരത്? നീ ആരാ? ഇതാരത്? ചവടാ ചവടാ. അവൻ ചത്തിട്ടുണ്ട്. ഇനി ഞാൻ ഏതായാലും മെഡിക്കറ്റ് അടിക്കട്ടെ കേട്ടോ. ഇങ്ങോട്ട് ഒളിച്ചിരുന്ന് മെഡിക്കറ്റ് അടിക്കുക, അതാണ് നല്ലത്. ഇല്ലേ വേറെ ആരെങ്കിലും വന്ന് എന്നെ കൊല്ലും. 300 കോയിൻസ് ആയല്ലോ. അത്ര ആയുള്ളൂ. വണ്ടി എടാ അവിടെ ഒരു എനിമീനെ ഞാൻ കണ്ടല്ലോ. ദേ പോണു. അയ്യോടാ, ഈ ഗണ്ണിൻ്റെ ഉണ്ട് തരുന്നത്. ഇതൊന്നിനും കൊള്ളത്തില്ല. ഓക്കെ, ഇനി ഈ ഗണ്ണെടുക്കാം. ഈ ഗണ്ണിന് അത്യാവശ്യം നല്ല പവറുണ്ട്. പക്ഷെ ഉണ്ട പെട്ടെന്ന് തീരും. ഇത് പടപടാന്നാണ് പോകുന്നത്. ഇതിൻ്റെ ഉണ്ട പെട്ടെന്ന് തീരും. ഈ ഫ്രീ ഫയറിൽ അത്യാവശ്യം നല്ല പവറുണ്ട് ഇതിന്. ഇത് പെട്ടെന്ന് ഇതിൻ്റെ ഉണ്ട തീരും. അതാണ് പ്രശ്നം. അതേ പോണു. എടാ, ഈ ലെവലിൽ എനിക്ക് സ്നൈപ്പർ കിട്ടുമായിരുന്നു കൊള്ളായിരുന്നു. പക്ഷെ സ്നൈപ്പർ കിട്ടില്ല, ഭയങ്കര ഹോട്ടാത്. അവൻ ചത്ത്. ഇവന് അത്യാവശ്യം സ്പീഡ്. എടാ, ഇവനിപ്പോൾ സ്പോണാണല്ലോ. ആകെപ്പാടെ ഒരു മെഡിക്കറ്റ് മാത്രമേ ഉള്ളല്ലോ ഇവനിൽ. സോ മെഡിക്കറ്റിലും കിട്ടിയത് ഭാഗ്യം. എടാ, ഈ കണ്ണാൽ ഈ വണ്ടി തന്നെയല്ലേ ഞാൻ മേളിൽ കൊണ്ടുപോയിട്ടേ കിടക്കുന്നത്. സോ ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഇനി ഇവിടെ ബാക്കിൽ നിന്ന് എനിക്ക് വെടികളുണ്ട്. ബാക്കിൽ നിന്ന് ബാക്കിൽ അതേണ്ട നിൽക്കുന്നത്. നീ എന്നെ വെടിവെക്കാൻ മാത്രമായോ? ചാവണ. ഓക്കെ, 500 കോയിൻസ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് ഇവൻ്റെ കയ്യിൽ. ഈ ഗണ്ണ് ഞാൻ ചേഞ്ച് ചെയ്താലോ? ചേഞ്ച് ചെയ്യണോ? ഈ ഗണ്ണ് ചേഞ്ച് ചെയ്യാം, അതാണ് നല്ലത്. കാരണം ആ ഗണ്ണ് ഒന്നിനും കൊള്ളത്തില്ല. ആ ഗണ്ണ് എനിക്ക് കുറച്ച് ദിവസമായിട്ട് പനിയായിരുന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരുന്നത്, ഒന്നും തോന്നരുത്. സോ ആ ഗണ്ണ് ഒന്നിനും കൊള്ളത്തില്ല. കാരണം എന്ന് വെച്ചാൽ ആ ഗണ്ണിൻ്റെ ഉണ്ട പെട്ടെന്ന് തീരും. ഒട്ടും കൊള്ളത്തില്ലാത്ത ഗണ്ണത്. അതുകൊണ്ടാണ് കണ്ടില്ലേ എൻ്റെ ക്യാരക്ടറിൻ്റെ ലുക്ക് കണ്ടില്ലേ. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ പേരിട്ടത്. സോ എൻ്റെ പേരിന് നിങ്ങൾക്ക് ഇൻട്രോയിൽ കാണാൻ പറ്റുമായിരുന്നു, നോക്കിയാൽ മതി, അങ്ങറ്റത്തുണ്ട്. സോ
ഫ്രീ ഫയർ അറിയാവുന്നവർക്കൊക്കെ കാണാൻ പറ്റും എൻ്റെ പേര്. അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു എനിമീസിനെ കൊല്ലുമ്പോൾ കാണാൻ പറ്റും. കുറച്ച് പുറകോട്ട് വന്നിട്ട് തിരിഞ്ഞു. ഫ്രീ ഫയർ കളിക്കാൻ അറിയാവുന്നവർക്ക് എൻ്റെ പേര് ഞാൻ ആരെങ്കിലും കൊല്ലുമ്പോൾ കാണാൻ പറ്റും. അല്ല, ഫ്രീ ഫയർ അറിയാവുന്നവർക്ക് ഇൻട്രോയിൽ കാണാൻ പറ്റും. ഫ്രീ ഫയറിൽ ഞാൻ ഇതിനകത്ത് ആരെങ്കിലും കൊല്ലുമ്പോൾ ഞാൻ കൊന്നു എന്ന് എഴുതി കാണിക്കുമ്പോൾ എൻ്റെ പേര് പറയും. ഇവനേതാടാ, എൻ്റെ അമ്മയായ ഇവൻ കാരണം എന്നെ വണ്ടി ഇടിച്ച്. ഇവിടെ വണ്ടിയുടെ മേളിലൊക്കെ കയറുന്ന വെടിക്കണം. നിന്നോട് പറഞ്ഞ എൻ്റെ വണ്ടിയുടെ മേളിൽ കയറി വെടിക്കാൻ പറഞ്ഞേ കള്ളൻ. എടാ 8 മെഡിക്കറ്റ്. അയ്യോ എടാ ഞാൻ അതെടുത്തില്ല. ഇവനെ ഉണ്ടല്ലോ എടാ, എൻ്റെ മെഡിക്കറ്റ് എനിക്ക് മെഡിക്കറ്റ് അടിക്കണം. പക്ഷേ എടാ ഇവനൊക്കെ ഏതടാ ചുമ്മാ പുറകെ നിന്ന് വെടിവെക്കുന്നു. പക്ഷേ ഉന്നം കൊണ്ടില്ല. അതേ കുഴപ്പമാണ്. അവിടെ കിടക്ക്. ദേ പോണ്. ഞാൻ ആരാണെന്നുള്ളത് വിചാരിച്ചാ അവിടെ കണ്ട അവിടെ പേരുണ്ടാ. നിങ്ങൾ കണ്ടില്ല, ഞാൻ പറഞ്ഞുതരാം. NDB ഗ്യാങ്സ്റ്റർ. ഓക്കെ, ദേ കണ്ടോ, അത് സ്നൈപ്പർ അല്ല, അത് കിങ്ഫിഷറാണ് എന്നാണ് എനിക്ക് തോന്നണേ. അതൊരു കിളിയാണെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കണം. പക്ഷെ അങ്ങനെ ഒരു ഗണ്ണുണ്ട്. സോ നിൽക്ക് ഞാൻ ഇവിടെ ഒളിച്ചിരുന്നൊന്ന് മെഡിക്കറ്റ് അടിക്കട്ടെ. ക്രൗച്ച് ചെയ്തോ, ഇനി മെഡിക്കറ്റ് അടിക്കാം. ബാക്കി വരണമെങ്കിൽ ഒന്ന് ഓടിയാൽ മതി കേട്ടോ. ബാക്കിയൊക്കെ സെറ്റ് ആയിക്കോളും. പിന്നെ ഞാൻ ഗ്രാനി ചാപ്റ്റർ 2 ഇടാമെന്നായിരുന്നു പറഞ്ഞേ. പക്ഷേ എന്തുകൊണ്ടും ഞാൻ അറിയാതെ ഫ്രീ ഫയർ ആയിരുന്നു ഇട്ടത്. അടുത്ത വട്ടം ഗ്രാനി ചാപ്റ്റർ 2 ഞാൻ ഉറപ്പായിട്ടും ഇടാം. അത് നിങ്ങൾക്ക് തരുന്ന എൻ്റെ വാക്ക് തന്നെ. ഞാൻ ഉറപ്പായിട്ടും ഇടും ഗ്രാനി ചാപ്റ്റർ 2. ഞാൻ ഇടും. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ദേ ഇവിടെ മെഡിക്കറ്റ് കിടപ്പുണ്ട്. എടുത്തോ. എടാ എടുക്കാൻ അടുത്ത്. എടാ ഈ മഞ്ഞ ബോക്സ് എന്തിനാടാ ഇവിടെ ഇട്ടേക്കണേ? ഓക്കെ ഇട്ടിട്ടുണ്ട്. എടുത്തിട്ടുണ്ട്. ഇതെടുത്തോ. എടുക്കണ്ട. ഓക്കെ, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. സോ ഇനി ഞാൻ ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് ചാടിയിട്ട് ഇനി ഇങ്ങോട്ട് പോകണം. സോ ഞാൻ അങ്ങോട്ട് പോവാണ്. ഈ മലയിലേക്ക് പോവാണ്. മലയിലേക്ക് പോവാണ് ഞാൻ. ഇത് കണ്ടില്ലേ, ഈ മല എന്ന് ഉദ്ദേശിച്ച ഈ പറമ്പാണ്. ഇതിലൂടെ ഈ പുല്ലിലൂടെ നടക്കാം. നല്ല രസമാണ്. നല്ല സൗണ്ടും കേൾക്കും അത്യാവശ്യം. മാത്രമല്ല ഇവിടെ ഉള്ള ആൾക്കാരെയൊക്കെ കാണുമ്പോൾ കൊല്ലുകയും ചെയ്യാം. ഇതെന്താ സാധനം? ഇത് മറ്റേ ചാടി പോകുന്ന സാധനം. സോ എങ്ങോട്ട് ചാടും? അങ്ങോട്ട് ചാടി കഴിഞ്ഞാൽ സോൺ നമ്മളെ കൊണ്ടുപോകും. സോൺ വരുന്നുണ്ട്. കുറച്ച് മേളിലേക്ക് പോക്കോ. ചാടി. അയ്യോ മരം. അയ്യോ അവിടെ എൻ്റെ ഹെൽത്ത് വേടാ. മെഡിക്കറ്റ് അടിക്കുക. നിൽക്ക്. ഓക്കെ, അടിച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ ഓടുമ്പോൾ കിട്ടിക്കോളും. ഇനി എങ്ങോട്ടാണ്? ഇത് മറ്റേ സിപ്പ് ലൈൻ അല്ലേ? ഇതിലൂടെ പോകണ്ട. ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ അങ്ങോട്ട് പോകും. അപ്പോൾ അവിടെ സോൺ കാണും. ഇപ്പം സിപ്പ് ലൈനിൽ കൂടെ പോകണ്ട. ഈ സോൺ കണ്ടില്ലേ? സേഫ് സോൺ ഈസ് നോ വിൽ ഷ്രിങ്കിങ്. കണ്ടില്ലേ? ഞാൻ ഇവിടെ ഒരുത്തനെ ഞാൻ കൊന്നു ഓൾറെഡി. അതാണ് ഞാൻ എനിക്ക് ഭയങ്കര പവറാണ്. നിങ്ങൾക്കറിയത്തില്ലേ? ഞാൻ തനിയൊരു ഗ്യാങ്സ്റ്ററാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പവറാണ്. ഈ സിറ്റിയിലത്തെ ഏറ്റവും വലിയ ഗ്യാങ്സ്റ്ററാണ്. സിറ്റിയല്ല, ഈ എന്താ പറയുക, ഈ നഗരത്തിലെ ഏറ്റവും വലിയ ഗ്യാങ്സ്റ്ററാണ് ഞാൻ. അപ്പോൾ ഇനി എന്താ പറയുക, എനിക്ക് പോലും അറിയത്തില്ല ഞാൻ എന്താ ഇനി പറയാൻ പോണെന്ന്. സോ എടാ, എനിക്ക് വല്ല കേക്ക് കിട്ടുമായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. കാരണം ഈ കേക്കൊക്കെ കിട്ടുമായിരുന്നെങ്കിൽ നമുക്ക് ആ കേക്ക് തിന്നുമ്പോൾ കുറേ സാധനങ്ങൾ കിട്ടിയേനെ. എൻ്റെ ഹെൽത്ത് ഫുള്ളായിട്ടോ. ഈ വീട്ടിലെന്തെങ്കിലും ഉണ്ടോ? കുറച്ച് ഗണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഗണ്ണൊക്കെ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ ഇഷ്ടംപോലെ പവർഫുൾ ഗൺസ് ഉണ്ട്. നമുക്ക് ആവശ്യമില്ലത്. സോ ഞാനിനി എടാ അവിടെ എങ്ങാനും എന്തെങ്കിലും ഇരിപ്പുണ്ടോ? അവിടെ വല്ല ഗണ്ണും ഇരിപ്പുണ്ടോ? അത് ഗണ്ണാണോ? അല്ല, അത് പുല്ലായിരുന്നു. അതെ ഇവിടെ കേക്ക് ഇരിപ്പുണ്ട്. കേക്ക് കിട്ടി. സോടി കൊടുക്കോ. കേക്ക് എടുത്ത് തിന്നു. ആരും പുറകിൽ നിന്ന് വരുന്നില്ലല്ലോ അല്ലേ? ആരും പുറകിൽ നിന്ന് വരാതിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ. എടാ നീ ആറാ? ഇവനേതാ?
എടാ ചാവ് 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 ചാവ്. ഇവനെ സൂം ചെയ്ത് വെടിയേക്കാം. ആ ചത്ത് 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 ചത്ത്. ഇവൻ്റെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കാം. സോൺ വരുന്നതിന് മുമ്പ് പെട്ടെന്ന് എടുക്കുക. അല്ല ഇവൻ്റെ സാധനം നമുക്കെന്തിനാ? വെറുതെ സോണിൻ്റെ അണ്ണാക്കി പോയി ചാവാൻ എന്തിനാ? നമുക്ക് ഇവൻ്റെ സാധനങ്ങൾ എന്തിനാ? കൊള്ളാല. നമുക്ക് ഏതായാലും നേരം കൊണ്ടു. എടാ ദേ വണ്ടി എടുക്കാം. വണ്ടി എടുത്തിട്ട് മേളിലേക്ക് പോകാം. നമ്മളിപ്പോൾ പോയി കഴിഞ്ഞാൽ 1 മാസം എടുത്താലും നമ്മളവിടെ ചെല്ലാൻ പോകത്തില്ല. കാരണം 1 മാസമല്ല, ഒരാഴ്ച അത്രയും മതി. 1 മാസം ഇച്ചിരി ഓവറാ. ഒരാഴ്ച എടുത്താൽ പോലും നമ്മളവിടെ എത്തത്തില്ല. കാരണം എടാ നമുക്കൊട്ടും സ്പീഡില്ല. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സ്പീഡുള്ള ക്യാരക്ടർ വേണമെന്ന് എനിക്ക്. പക്ഷേ എനിക്ക് ഇവൻ്റെ ഈ ലുക്ക് കണ്ടപ്പോൾ ഞാൻ ഇവൻ്റെ ലുക്കിലും അങ്ങ് വീണുപോയി. എനിക്ക് സ്പീഡ് ഇല്ലേലും വേണ്ട, എനിക്ക് ഇവനെ തന്നെ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ ക്യാരക്ടറിൻ്റെ പേരെന്തോ കൈറോസ് എന്ന് കണ്ടോ? എടാ ഇവൻ എനിക്ക് ഹെഡ് ഷോട്ട് അടിക്കണം. എടോ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരുത്തനേലും ഹെഡ് ഷോട്ട് അടിക്കണമെന്ന്. കളിയും ജയിച്ചു, അവനെ ഹെഡ് ഷോട്ടും അടിച്ചു. അത്രേ ഉള്ളൂ. നമ്മൾ സീനാണ്. അത്രേ ഉള്ളൂ. ബാക്കിലേക്ക് പോവാൻ അത്രേ ഉള്ളൂ. നമ്മൾ സീനാണ്. എൻ്റെ അമ്മ ഒരുത്തനേലും അങ്ങനെ ഹെഡ് ഷോട്ട് അടിച്ചല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോക്കകത്ത് എല്ലാവർക്കും വീണ്ടും കാണാം. ബൈ.